ഫേക്ക് ന്യൂസ് ആണോ ഇത്, ഫേക്ക് ആണോ എന്നുള്ളൊരു സംശയത്തിൽ ഞാൻ ആ ഒരു TYC എന്ന് പറയുന്ന ആ സ്പോർട്സ് ചാനൽ അല്ലെങ്കിൽ ഒരു പ്രമുഖ സ്പോർട്സ് പേജിൽ കയറിയിട്ട് ഞാൻ ആ ഒരു ന്യൂസ് നോക്കിയപ്പോൾ ഏകദേശം ഒരു കൺഫർമേഷൻ ആയിട്ട് ഇട്ടിരിക്കുന്നത് അത് തന്നെയാണ്. അർജന്റീന നവംബറിലേക്കുള്ള പരേഡിൽ ചെറിയൊരു മാറ്റം വന്നേക്കാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കൺഫർമേഷൻ ആക്കി അല്ലെങ്കിൽ കൺഫേം ആക്കിയിട്ട് നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് സ്പോർട്സ് ചാനലുകളും സ്പോർട്സ് ന്യൂസ് പേജുകളൊക്കെ നമുക്ക് ഏകദേശം സ്പോർട്സ് പരമായിട്ടുള്ള പ്രമുഖ ചാനലുകളും ന്യൂസുകളിലൊക്കെ ഏകദേശം ഇന്ന് കൺഫർമേഷൻ ആക്കിയിട്ട് അർജന്റീന നവംബറിലേക്ക് കേരളത്തിലില്ല, ആഫ്രിക്കയിലേക്കാണ്, അതാണ് ഇതാണ് എന്നുള്ളൊരു ന്യൂസ് സ്പ്രെഡായി കഴിഞ്ഞു കേട്ടോ. ഇത് കണ്ടതിന് ശേഷമാണ് ഞാൻ കയറി അവിടെ നോക്കിയത്. അപ്പോൾ ഈ നോക്കി കഴിഞ്ഞപ്പോൾ അവരും ഏകദേശം കൺഫേം അല്ലാത്ത രീതിക്ക്, കാരണം ആ ഒരു പ്രമുഖ ആ ഒരു സ്പോർട്സ് ചാനൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വാലിഡായ ഒരു ചാനൽ തന്നെയാണ്, പേജാണ് അവരുടേത്. അങ്ങനെ ഫേക്ക് ന്യൂസ് അതിൽ ഏകദേശം കാണാറില്ല, വരാറില്ല. അപ്പൊ എന്താണെങ്കിലും ഇത് എന്താവും എന്നുള്ളത് ഒരു പിടുത്തമില്ലാത്തൊരു അവസ്ഥയാണ്. കാരണം അർജന്റീന കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഏകദേശം എനിക്ക് തോന്നുന്നു, വിമർശനങ്ങളും ഇതുപോലെ ഫേക്ക് ന്യൂസുകളും. ഇപ്പോൾ ടിക്കറ്റിന്റെ ആണെങ്കിലും ഏകദേശം എനിക്ക് തോന്നുന്നു ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചാനലും അതുപോലെ നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററും വന്നിട്ട് നമ്മളോട് പറഞ്ഞു. ഇനി ഇതിന്റെ കൺഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ അല്ലെങ്കിൽ റിപ്പോർട്ട് ചാനൽ, ഇവരുടെ സ്പോൺസറായ റിപ്പോർട്ട് ചാനൽ വന്ന് പറഞ്ഞാലേ നമുക്ക് ഏകദേശം മനസ്സിലാവുള്ളൂ. ഏകദേശം നമ്മൾ കൺഫേം ആക്കാനായിട്ടില്ല. ഇനി ആവണോ ആവോ എന്താ സംഭവിക്കുക എന്നുള്ളത് കണ്ട് തന്നെ അറിയണം.